രക്ഷകനായി അവതരിച്ച യേശുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് അവിടത്തേക്ക് വഴിയൊരുക്കാൻ വേണ്ടി 72 ശിഷ്യന്മാർ തിരഞ്ഞെടുത്ത് അവരെ വിവിധ ദിക്കുകളിലേക്ക് അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ മടിശീലയോ സഞ്ചിയോ ഒന്നും വേണ്ട. നിങ്ങൾ എവിടെ ചെല്ലുന്നു അവിടെയുള്ളവർക്ക് സമാധാനം നൽകണം. നിങ്ങൾക്ക് എന്ത് തരുന്നു നിങ്ങൾ അത് ഭക്ഷിക്കുക. നിങ്ങൾ അവരോടൊത്ത് വസിക്കുക. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഒറ്റ വാക്യത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. കൊയ്ത്തെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ നന്മയുടെ സുവിശേഷം ആഗ്രഹിക്കുന്ന കേൾക്കാൻ തീക്ഷ്ണമായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ വേലക്കാർ ചുരുക്കമാണ്. പഴയ നിയമത്തിൽ വേലക്കാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരൊക്കെ കർത്താവിൻ്റെ ആ ചൈതന്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പക്ഷേ അന്നത്തെ നേതാക്കന്മാർ അവരെ ചൂഷണം ചെയ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി ഉള്ളൊരു പ്രയാണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് പറയുന്നു മടിശീല വേണ്ട, സഞ്ചി വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അന്നത്തെ ചിന്താരീതി അനുസരിച്ച് അജഗണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി, കിട്ടാവുന്നിടത്തോളം സ്വാംശീകരിക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ സമാധാനം നൽകാൻ പറയുന്നുണ്ട്. പക്ഷേ അന്നുള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ സാന്നിധ്യം സമാധാനമല്ല, കൂടുതൽ ഭാരമായിരുന്നു. കുറ്റാരോപണമായിരുന്നു അവർ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ശിഷ്യന്മാരും കർത്താവും കൂടി വയലിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗോതമ്പ് മണികൾ പറിച്ചെടുത്ത് കയ്യിലിട്ട് തിരുമി ഊതി അത് ഭക്ഷിക്കുന്നു. അതിന് യഹൂദ പ്രമാണികൾ കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് നമുക്കറിയാം. അത് കൊയ്ത്തും മെതിയുമൊക്കെയാണ്, അതുകൊണ്ട് അവർ സാപത്ത് ലംഘിച്ചു. കുറ്റം ആരോപിക്കുന്ന ഒരു പ്രകൃതിയാണ്. എന്തിലും ഏതിലും കുറ്റം കാണാനും മറ്റുള്ളവരെ ഭാരപ്പെടുത്താനും, നിയമത്തിൻ്റെ പേരിൽ ഭാരപ്പെടുത്താനുമുള്ള ഒരു പ്രവണതയാണ്. ബത്സയിദാ കുളത്തിൻ്റെ അരികിൽ 38 വർഷമായി കിടന്നിരുന്ന ആ രോഗിയെ ഒന്ന് താങ്ങിയെടുക്കാനോ ശുശ്രൂഷിക്കാനോ ഇവരാരും തയ്യാറായിരുന്നില്ല. ആ രോഗിയെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി കഴിഞ്ഞ് അവനോട് നിൻ്റെ കിടക്കയുമെടുത്ത് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ കിടക്കയെടുത്ത് പോകുമ്പോഴാണ് ഫരിസയർ ഒന്ന് തടയുന്നത്. ഇന്ന് സാപത്താണ്, കിടക്ക ചുമക്കാൻ പാടില്ല. നിയമത്തിൻ്റെ പേരിൽ കുറ്റമാരോപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് പഴയ നിയമത്തിലെ നേതാക്കന്മാർ കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സമാധാനം ആശംസിക്കണം. ഇനി നിങ്ങൾ എവിടെ ചെല്ലുന്നു അവരോടൊത്ത് വസിക്കുക, അവർ തരുന്നത് ഭക്ഷിക്കുക. യഹൂദന്മാരുടെ പ്രിയശന്മാരും പ്രമാണികളും ചെയ്യുന്നത് പോലെ മുഖ്യ സ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു അത് നിങ്ങൾ ഭക്ഷിക്കുക. എവിടെയാണ് താമസിക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നത് അവിടെ താമസിക്കുക. അവരിൽ ഒന്നായി മാറുക. അതാണ് ഈ 72 പേർക്കും കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ നിർദ്ദേശം. ഒരു പക്ഷേ ഇന്നും പ്രേക്ഷിത വേല ചെയ്യുന്നവർക്ക് ആവശ്യമായിരിക്കുന്നത് ഈ തത്വം തന്നെയാണ്. നമ്മളെവിടെ ചെല്ലുന്നു അവരിലൊരുവനാകണം. ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സമാധാനം ആശംസിക്കാൻ സാധിക്കണം. എൻ്റെ സാന്നിധ്യം ഒരിക്കലും ഒരു ഭാരമായി, ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാതെ, സ്നേഹത്തിൻ്റെ അടയാളമായി, സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് നമുക്ക് തന്നെ മാറാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ച് ഇന്ന് നൽകാവുന്ന ഏറ്റവും വലിയ ദൗത്യം, അന്ന് 72 പേർക്ക് കൊടുത്ത ദൗത്യം തന്നെയാണ് സൗഖ്യം നൽകുക, ദൈവരാജ്യം പ്രസംഗിക്കുക, സമാധാനത്തിൻ്റെ സുവിശേഷമായി മാറുക. അങ്ങനെ സമാധാനവും ശാന്തിയും പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് എപ്പോഴും ആശ്വാസവും സമാധാനവും പകർന്നു കൊടുക്കുന്ന ആ നല്ല പ്രേക്ഷിതരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.